ഈ ആഴ്ച ബിഗ് ബോസിൽ ഫാമിലി വീക്കായിരുന്നു. അതിനാൽ ഓരോ ഫാമിലിയിൽ നിന്നും ആളുകൾ വന്നു. അതായത് ഷാനവാസ്, അനീഷ്, ബിന്നി തുടങ്ങിയവരുടെ വീട്ടിൽ നിന്നും ആളുകൾ വന്നു. ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിനാണ് വന്നത്. ബിന്നി കളികളിൽ വിജയിച്ചതുകൊണ്ട് ബിന്നിക്ക് പ്രത്യേക ഒരു റിവാർഡ് എന്നുള്ള നിലയിൽ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിന് ഒരാഴ്ച ബിഗ് ബോസിൽ നിൽക്കാം. ഇതുപോലെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് നൂബിന് ഇത്രയും ദിവസം അവിടെ നിൽക്കുവാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നൂബിന് ഒരു സെലിബ്രിറ്റി തന്നെയാണ്. നൂബിനെ അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുവാൻ പറ്റും. എല്ലാവരും നൂബിനെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നവരിൽ പെടുന്നത് ആര്യൻ, ജിസേൽ, അനുമോൾ ഇവരുടെ 3 പേരുടെയും വീടുകളിൽ നിന്ന് ആളുകൾ വന്നത്. അതായത് അനുമോളുടെ അമ്മയും സിസ്റ്ററും വന്നു. ആര്യൻ്റെ അമ്മ, ബ്രദർ, ജിസേലിന് മമ്മി മാത്രമേ ഉള്ളൂ. മമ്മി വന്നു. ശരിക്കും ഒരു ഗ്രേറ്റ് മദറായിട്ട് തന്നെയാണ് ജിസേലിൻ്റെ മമ്മി വന്നത്. എന്തുകൊണ്ട് നല്ല മലയാള ഭാഷ മാത്രം ആണ് അവർ സംസാരിക്കുന്നത്. ജിസേലിൻ്റെ അത്ര പോലും വിഷമമില്ല അവർക്ക് മലയാളം പറയുന്നത്, മലയാളിയാണല്ലോ. എന്നാൽ ആര്യൻ്റെ മമ്മി എന്ന് പറയുമ്പോൾ അവർക്ക് മലയാളം തീരെ വശമില്ല. അവരെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ആര്യൻ്റെ ചേട്ടനും കൂടിയാണ് വന്നത്. ആര്യൻ്റെ ചേട്ടൻ അനുമോളെ നോക്കി പ്ലാച്ചിയെ വേണമെന്ന് പറഞ്ഞ് പ്ലാച്ചിയെ എടുക്കുന്നതും ഓമനിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആര്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മമ്മിക്ക് പറയുവാനുണ്ടായിരുന്നു. ആര്യൻ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലെ തന്നെ ഒരു ചെറിയ പയ്യനാണ്. വെറും 23 വയസ്സേ ഉള്ളൂ. അതിൻ്റേതായ കുട്ടിത്വം വിട്ടുമാറാത്ത ഒരു കുട്ടി തന്നെയാണ് ആര്യൻ. ആര്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയാണ് ആര്യൻ. ആര്യൻ എന്ന് പറയുമ്പോൾ ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ പറയുന്നത് മോഹൻലാലിനെയൊക്കെ കളിയാക്കുന്ന പോലൊക്കെ ആര്യൻ സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആര്യന് ഒരു എവിക്ഷനിലൊന്നും ആര്യൻ വന്നിട്ടും അതിൽ നിന്നൊക്കെ ആര്യൻ സേഫ് ആവുകയാണ് ചെയ്യുന്നില്ല. ഇപ്പോഴും അത്രയും ദിവസം ആര്യന് നിൽക്കുവാൻ കഴിഞ്ഞത് തന്നെ ആര്യൻ്റെ ഭാഗ്യം. അതുപോലെ തന്നെ ആര്യൻ്റെ ആ വാക്ചാരുത കൊണ്ടൊക്കെ ആയിരിക്കാം ആര്യൻ അവിടെ നിൽക്കുവാൻ സാധിച്ചത്. ഒരുപാട് പ്രേക്ഷകർ ആര്യനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാകുമല്ലോ ആര്യൻ ഇപ്പോഴും അവിടെ തുടരുന്നത്. ഈ ആഴ്ച ആര്യൻ്റെ ജ്യേഷ്ഠനും അമ്മയും കൂടി ആണ് വന്നത്. അമ്മ മകനെക്കുറിച്ച്, മകൻ ഇവിടെ മത്സരത്തിന് പോയാലും അവിടെ നിന്നെല്ലാം അവൻ ഫസ്റ്റാണ് വാങ്ങുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. ഡാൻസൊക്കെ ആര്യന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഡാൻസ്. അപ്പോൾ അത്ര നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ആര്യൻ. നല്ല കഴിവ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുപോലെ തന്നെ അമ്മയെ കാണുന്നതിന് അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ ഒന്ന് കണ്ടിട്ട് അവരെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോയി ആര്യൻ. അതായത് ജിസേലിനും ആര്യനും അനുമോൾക്കും അങ്ങനെയുള്ള ടാസ്ക് തന്നെയാണ് കൊടുത്തത്. അവരെ ഒന്ന് കാണാം. 7ൻ്റെ പണിയാണല്ലോ ഈ വർഷം ബിഗ് ബോസിനുള്ളത്. അപ്പോൾ അവരെ ഒന്ന് കണ്ടിട്ട് അവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി. അവർക്ക് മടിയായിരുന്നു. അവിടെ ആര്യന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് വളരെ രസകരം തന്നെയായിരുന്നു. കാരണം ആദ്യം ഒരു എംബ്ലം ഒട്ടിക്കണം, ബിഗ് ബോസ് എംബ്ലം ഒട്ടിക്കാനുള്ള അതിൻ്റെ പല പീസാണ് കൊടുത്തത്. അതിനെ ശരിയായ രീതിയിൽ ജോഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്. പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നെറ്റിയിൽ ഒരു കസേരയിലിരുന്ന് തല മുകളിലോട്ട് ചരിച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ച് കൈകൊണ്ട് തൊടാതെ വായിലെത്തിച്ച് കഴിക്കുക എന്നുള്ളതായിരുന്നു ആ ടാസ്ക്. ആര്യൻ വളരെ വിജയകരമായിട്ട് വിജയിച്ചു. അതിനുശേഷമാണ് അമ്മയെയും ജ്യേഷ്ഠനെയും വീണ്ടും മീറ്റ് ചെയ്യുവാൻ സാധിച്ചത്. എന്തുകൊണ്ടും ആര്യൻ്റെ അമ്മ ഹൗസിലെത്തി വളരെ സന്തോഷമായിട്ട് എല്ലാവരോടും സന്തോഷം പങ്കുവച്ചു. അതുപോലെ ആദില, നൂറ തുടങ്ങിയ കുട്ടികളെ ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടികളാണ് ഇവരെന്ന് പറഞ്ഞു.